ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തിയറി എന്ന് പറയുന്ന ഫെമിനിസമാണ്. ഫെമിനിസത്തിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്ന ഫെമിനിസത്തിൻ്റെ ഒരു ലോങ് ഹിസ്റ്ററിയാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു ലോങ് മൂവ്മെൻ്റ് ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. മോഡേൺ ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റെവല്യൂഷനാണ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഈക്വൽ ആൻഡ് ഫ്രീ ആണെന്ന് ഡിക്ലെയർ ചെയ്തത്. ആൻഡ് ഇഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് വെർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മെന്നും വിമനും എല്ലാം ഈക്വൽ ആയിരിക്കും. സോ ഫെമിനിസം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മേരി വുൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ പൊളിറ്റിക്കൽ വർക്കായിട്ടുള്ള എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ 1798 പബ്ലിഷ് ചെയ്ത് അവരാണ് ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ എല്ലാം റിജക്റ്റ് ചെയ്ത് വിമനെ സൊസൈറ്റിയിൽ അണ്ടർമൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരെ അണ്ടർ എഡ്യൂക്കേറ്റഡ് ആണെന്നും അവരെ ആ ഒരു മാസ്കുലൈൻ ആയിട്ടുള്ളൊരു പബ്ലിക് സൊസൈറ്റിയുടെ ഒരു പബ്ലിക് ഡൊമൈനിലോട്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഫെമിനിസ്റ്റിക് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ആൻഡ് അവർ ആർഗ്യൂ ചെയ്ത് മേരി വുൾസ്റ്റോൺക്രാഫ്റ്റ് ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ വിമൻ്റെ സ്റ്റുപ്പിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ബയോളജിക്കൽ. അതായത് ആളുകൾ പറയുന്നത് വെച്ചാൽ ഇവർ ബയോളജിക്കൽ ആയതുകൊണ്ട് നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് സൊസൈറ്റിയിൽ എപ്പോഴും പറയുന്നത്. അപ്പം ആ ഒരു ബയോളജിക്കൽ ഡിഫറൻസിനെ നോക്കണ്ട. ബിക്കോസ് വിമൺ എന്ന് പറയുന്നത് എന്താണ്, അവരും ക്രിയേറ്റീവ് ആണ്, അവർക്കും എന്താണുള്ളത്, അവർക്കൊരു ബോഡി ഉണ്ട്, അവർക്കൊരു മൈൻഡ് ഉണ്ട്. സോ അവർക്കും ആഗ്രഹങ്ങളാണ് ലൈക്ക് മെൻ ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു സീരീസ് ഓഫ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ആണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നിയമത്തിന് മുമ്പിൽ. ഒരുപാട് വിമൻ റൈറ്റേഴ്സ് വന്നു, വിമൻ നോവലിസ്റ്റുകൾ വന്നു. മാൻ മെയ്ഡ് വേൾഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഫീമെയിൽ റൈറ്റേഴ്സ് കയറി വന്നു അല്ലേ. അപ്പം എവറിത്തിങ് മെൻ ഹാവ് റിട്ടൺ അബൌട്ട് വിമൻ എന്ന് പറയുന്നത് എവറിത്തിങ് ഷുഡ് ബി വ്യൂഡ് വിത്ത് സസ്പീഷൻ. സംശയത്തോടു കൂടി വേണം നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിക്കാൻ. ബിക്കോസ് അത് ഫുൾ ജഡ്ജ്മെൻറ്റും പാർഷ്യാലിറ്റിയും മാത്രമായിരിക്കും എന്നാണ് ഒരു ഫെമിനിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവർ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് എല്ലാ സോഷ്യൽ പൊസിഷൻസിനെയും. സ്ത്രീകളെ മാറ്റി നിർത്തുന്ന എല്ലാ സോഷ്യൽ പൊസിഷൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോങ് ട്രഡീഷനാണ് ഉള്ളത്. 1960s and 70s ഇത് കൂടുതലും ആക്ടിവിസം ഓറിയൻറ്റഡ് ആയിട്ട് മാറിയത്. അതായത് മേരി എൽമാൻ എന്നുള്ള റൈറ്റർ, കേറ്റ് മില്ലറ്റ് എന്നുള്ള റൈറ്ററൊക്കെ ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്തു. കേറ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പൊളിറ്റിക്സ്, മേരി എൽമാൻ എന്നുള്ളവൻ്റെ ഉള്ള റൈറ്ററിൻ്റെ തിങ്കിങ് അബൌട്ട് വിമൻ. ഈ ടെക്സ്റ്റൊക്കെ എന്ന് പറയുന്ന മെയിൽ ഓതേഴ്സിനെയും മെയിൽ റൈറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടെക്സ്റ്റുകളാണ് വന്നത്. അതായത് ജെൻഡറിൻ്റെ ആ ഒരു ഡിസ്ക്രിമിനേഷനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പം അതായത് ഈ മെയിൽ ഓഥേർഡ് ടെക്സ്റ്റിനകത്തുള്ള സ്ത്രീകളെന്ന് പറയുന്നത് മാൻ മെയ്ഡ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. അതായത് ഒരു ആണെഴുതുന്ന ഒരു ബുക്കിലെ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിലും ഒരുപാട് മാറ്റങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പണ്ടെന്ന് പറയുമ്പം ഒരു മാൻ ക്രിയേറ്റ് ചെയ്ത, ഒരു മെയിൽ ഓഥർ ക്രിയേറ്റ് ചെയ്ത ഒരു വിമൻ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അടുക്കളയിൽ മാത്രം ജോലി ചെയ്ത് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ടെൻഡർ ചെയ്ത് ഇങ്ങനെ ടെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെയേ വരുത്തുള്ളൂ. അതിനെയെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് വിമൻ റൈറ്റേഴ്സ് വരാൻ തുടങ്ങിയത്. അതിൽ സംതൃപ്തരല്ലാത്തതുകൊണ്ട്. ഓക്കെ, എലൈൻ ഷോവോൾട്ടറിൻ്റെ 1979 എസ്സേ ആയിട്ടുള്ള ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പൊയറ്റിക്സ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫെമിനിസം എന്നുള്ളൊരു ഇതിൽ മൂവ്മെൻറ്റിൽ. അതുപോലെ തന്നെ അവരുടെ തന്നെ വേറൊരു വർക്കുണ്ട്, എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. പിന്നെ സാൻഡ്ര ഗിൽബർട്ടിൻ്റെയും സൂസൻ ഗ്യൂബറിൻ്റെയും ദ മാഡ് വുമൺ ഇൻ ദി ആറ്റിക്, അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഡിയാണ്. 19th century ഒരു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്കാണത്. ഓക്കെ, വേറെയും ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, ഫ്രഞ്ച് റൈറ്റേഴ്സ് ഉണ്ട്, ഹെലൻ കിക്സോ ഉണ്ട്, ജൂലിയ ക്രിസ്റ്റേവോ ഉണ്ട്. ഇവരൊക്കെ എന്താണ് ആ ഒരു ബൈനറി ആയിട്ടുള്ള കാര്യത്തിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള റൈറ്ററാണ്. അടുത്തത് വേവ്സ് ഓഫ് ഫെമിനിസം ആണ്. വേവ്സ് ഓഫ് ഫെമിനിസം, ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് എന്താണ്, 3 വേവ്സ് ആണുള്ളത്. ഫസ്റ്റ് വേവ് എന്ന് പറയുമ്പം വിമൻ്റെ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയുള്ളതാണ്. 1920 അത് സ്റ്റാർട്ട് ചെയ്തത്. അമേരിക്കൻ വിമന് റൈറ്റ് ടു വോട്ട് കൊടുത്തു. UK-ലും USA-ലും ഫെമിനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത് വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയായിരുന്നു. പിന്നീട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വേവിൽ തന്നെ ഈ ഷാറ്റൽ മാരേജസിന് എതിരെ ആൻഡ് ദെൻ ഒരുമാതിരി സ്ലേവ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഈ ഷാറ്റൽ മാരേജസിനകത്തെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഷാറ്റൽ മാരേജസിനെതിരെയും വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയായിരുന്നു ഫസ്റ്റ് വേവ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വേവ് 1950s വരെ ഉണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് വേവ്. സോ ഫസ്റ്റ് വേവ് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയായിരുന്നു. പിന്നെ സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് 1950s തൊട്ട് 1980s വരെ ആയിരുന്നു. സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ടു ന്യൂ ആൻഡ് ഓട്ടോണമസ് വുമൺ സിറ്റിസണിന് വേണ്ടിയായിരുന്നു സെക്കൻഡ് വേവ് എന്ന് പറയുന്നത്. അതായത് വിമൻ്റെ ഡിഫറൻസസ് മനസ്സിലാക്കി, സ്പെസിഫിക്കേഷൻസ് ഓഫ് വിമൻസ് ഡിഫറൻസസ് ഉണ്ടല്ലോ, അത് മാറ്റാനും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് തിയറീസ് അബൌട്ട് ജെൻഡർ ഡിഫറൻസ് അത് കൊണ്ടുവരാനും സാധിച്ചു. പിന്നെ ഇക്വാളിറ്റി, ഡിസ്ക്രിമിനേഷനൊക്കെ എതിരെയൊക്കെ കൊണ്ടുവന്നു. ഒരു വൈബ്രൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്, വിമൻ ലിബറേഷൻ മൂവ്മെൻറ്റ്. അതാണ് ഫെമിനിസ്റ്റ് ഐഡിയാസ് കൊണ്ടുവന്നത്. ആ സമയത്ത് വർക്ക്സ് എന്ന് പറയുന്നത് സൈമൺ ഡി ബിവേറിൻ്റെ ദ സെക്കൻഡ് സെക്സ്, പിന്നെന്താണ് വിർജീനിയ വൂൾഫിൻ്റെ റൂം ഓഫ് വൺസ് ഓൺ. സൈമൺ ഡി ബിവേറിൻ്റെ സെക്കൻഡ് സെക്സ് എന്നുള്ള വർക്കിനകത്താണ്
വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ എന്നുള്ള ഒരു ടൈറ്റിൽ വന്നത്. അതായത് ഒരു സ്ത്രീ ജനിക്കുമ്പോഴേ അത് സ്ത്രീയായിട്ടല്ല ജനിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ സൊസൈറ്റിയും അവരുടെ പേരൻസും റിലേറ്റീവ്സും ഒക്കെയാണ് കണ്ടീഷൻ ചെയ്ത് ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, പാവകൾ വെച്ച് ഡോൾസ് വെച്ച് കളിക്കണം എന്നൊക്കെ. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കാർസ് വെച്ച് കളിക്കുക, ഷർട്ടും പാൻറ്റും ഇടുക, ഇങ്ങനെയാണ് പറഞ്ഞ് വളർത്തുന്നത്. സോ വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ, പക്ഷേ റാദർ വൺ ബിക്കംസ് എ വുമൺ, ഒരു സ്ത്രീയായി മാറുകയാണ് നമ്മൾ സൊസൈറ്റിയുടെ പ്രഷർ മൂലം. റൂം ഓഫ് വൺസ് ഓൺ ബൈ വിർജീനിയ വുൾഫ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്നും സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു ഫീമെയിൽ സ്പേസ് ഉണ്ടായിരിക്കണം, അതാണ് പറയുന്നത്. പിന്നെ ബെറ്റി ഫ്രീഡൻ്റെ ദ ഫെമിനൈൻ മിസ്റ്റീക്ക് എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഈ സമയത്തുള്ളൊരു ഫേമസ് സ്ലോഗൻ എന്ന് പറയുന്നത് ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. അത് കരോൾ ഹാനിഷിൻ്റെ എസ്സേക്കകത്തു നിന്നുള്ള സ്ലോഗനാണ്. അതായത് പേഴ്സണലായിട്ട് എന്തൊക്കെയാണോ സ്ത്രീകൾ കൺസിഡർ ചെയ്തിരുന്നത് അതിനെല്ലാം ഓപ്പൺലി പൊളിറ്റിസൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുക പബ്ലിക് സ്പേസിൽ. എന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. തേർഡ് വേവ് എന്ന് പറയുന്നത് 1990s ആണ്. ഇപ്പോൾ നടക്കുന്നതെല്ലാം തേർഡ് വേവ് ആണ്. അതായത് ഗ്രേറ്റർ ഫ്രീഡത്തിന് വേണ്ടിയുള്ളത്, പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്, എക്കണോമിക് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒക്കെയാണ് തേർഡ് വേവ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഈ തേർഡ് വേവ് ഫെമിനിസ്റ്റുകൾ വിചാരിക്കുന്നത് സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് അപ്പർ മിഡിൽ ക്ലാസ് വൈറ്റ് വിമന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. സോ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഫോർ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർസെക്ഷനാലിറ്റി ആണ്. ഈ ഇൻ്റർസെക്ഷനാലിറ്റി എന്നുള്ള ടേം കോയിൻ ചെയ്ത് കിംബർലി ക്രെൻഷോ ആണ് 1989. അതായത് ഈ ഫെമിനിസവും ബാക്കിയുള്ള ഡിസിപ്ലിൻസുമായിട്ടുള്ളൊരു ഓവർലാപ്പിംഗ്, അതായത് സോഷ്യൽ ഐഡൻറ്റിറ്റീസ്, മൈനോറിറ്റി ഐഡൻറ്റിറ്റീസ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുക. ഓപ്പറേഷൻ, ഡോമിനേഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെയാണ്. ഒരുപാട് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും ഓപ്പറേഷനുമാണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. അത് കളറിനെ ബേസ് ചെയ്തിട്ട്, സെക്ഷുവാലിറ്റിയെ ബേസ് ചെയ്തിട്ട്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ. പിന്നെ സം ഫെമിനിസ്റ്റ് അവർക്കാണെങ്കിൽ ഈ ഫെമിനിസത്തിനെ വേവ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ഫെമിനിസത്തിനെ ബ്രേക്കപ്പ് ചെയ്യുന്ന പോലെ ആയിപ്പോയി എന്ന് പറയുന്നു. അനദർ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളെന്ന് പറയുന്നത് അതിനെ നമ്മൾ യൂണിഫൈഡ് ആക്കി കൊണ്ടുപോവുക, എന്നാലേ നമുക്കൊരു ഡെഫിനറ്റ് എയിം കിട്ടത്തോളം എന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഐഡിയ ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റേൺ കൾച്ചറൽ സൊസൈറ്റിയിൽ മെയിൽ സെൻറ്റേർഡ് ആണ്. സ്ത്രീകൾക്ക് സബോർഡിനേറ്റ് ആയിട്ടുള്ളൊരു ലൈഫേ ഉള്ളൂ. ഫാമിലിയിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും ലോയിലാണെങ്കിലും റിലിജിയനിലാണെങ്കിലും. പേട്രിയാർക്കി എന്ന് വെച്ചാൽ എന്താണ്? മെയിൽ ഡോമിനേഷൻ അല്ലെങ്കിൽ മെയിൽ പ്രജുഡിസ് അല്ലെങ്കിൽ സിംപ്ലി മെയിൽ പവർ, അതിനെയാണ് നമ്മൾ പേട്രിയാർക്കി എന്ന് പറയുന്നത്. പിന്നെ ഈ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വിമൻ്റെ സബോർഡിനേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പേട്രിയാർക്കി? ഈ അതായത് ബയോളജിക്കൽ ഡിഫറൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ആണിൻ്റെ ശരീരം വേറെ, പെണ്ണിൻ്റെ ശരീരം വേറെ. ആ ബയോളജിക്കൽ ഡിഫറൻസ് വെച്ചിട്ടാണ് സ്ത്രീ വീക്ക് ആണെന്നും ഒക്കെ പറയുന്നത്, സബോർഡിനേറ്റ് ആണെന്നും പറയുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്താണ്? ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയയാണ്. ജെൻഡർ ഡിഫറൻസ് എന്താ പറയുക, ഇല്ലാതാക്കണം. ഇനിക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ഇല്ലാതാക്കുക. സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെ പോരാടുക. അതുപോലെ തന്നെ ബയോളജിക്കൽ ഇനിക്വാളിറ്റിയെക്കുറിച്ച് ഇല്ലാതാക്കുക. പിന്നെ റൈറ്റ് എ നോട്ട് ഓൺ ബുക്സ് ഓൺ ഫെമിനിസം. അപ്പോൾ ബുക്സ് ഓൺ ഫെമിനിസം എന്ന് പറയുമ്പോൾ മേരി വുൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, അത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സ്ത്രീകൾക്ക്. വിർജീനിയ വുൾഫിൻ്റെ റൂം ഓഫ് വൺസ് ഓൺ വരും. സൈമൺ ഡി വിവേറിൻ്റെ ദ സെക്കൻഡ് സെക്സ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ 3 വേവ്സ് ഓഫ് ഫെമിനിസം എന്താണെന്ന് ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്. ഓരോ വേവിലും എന്തായിരുന്നു ഐഡിയ എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.